മക്കളെ ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് എത്ര പേര് അപ്ലൈ ചെയ്തു. 1,08,00,000-ലധികം ആൾക്കാരാണ് ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്തത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ജനറൽ കാറ്റഗറി ചെന്നൈ സോണ് മാത്രം ഞാൻ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,63,586 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതേ ചെന്നൈ തന്നെ നമ്മൾ SC എടുക്കുകയാണെങ്കിൽ 2,93,266 പേര് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ST നോക്കുകയാണെങ്കിൽ 66,036 പേര് അപ്ലൈ ചെയ്തു. OBC നോക്കുകയാണെങ്കിൽ 5,41,000 ആൾക്കാരാണ് OBC അപ്ലൈ ചെയ്തത്. അതായത് ജനറൽ കാറ്റഗറി കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ വേക്കൻസി കൂടുതൽ ആർക്കാണ്? ജനറൽ കാറ്റഗറിക്കാണ് വേക്കൻസി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ വേക്കൻസി കൂടുതൽ ജനറൽ കാറ്റഗറിയാണ്. അത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവ് മാർക്കാണ് ജനറൽ കാറ്റഗറിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് OBCക്കും SC/STക്കും അവസരങ്ങൾ അവിടെ കുറയത്തില്ലേ? അത് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. എങ്ങനെയാണ് റിസർവേഷൻ ചാർട്ട് അവിടെ വരുന്നത്? അതായത് എങ്ങനെ അവിടെ പ്രോപ്പറായിട്ട്, അതായത് ഫെയർ ആയിട്ട് ഒരു റിസർവേഷൻ സിസ്റ്റം അവിടെ വർക്കാവും? അതായത് OBCക്ക് ജനറൽ കോട്ട കിട്ടുമോ, അല്ലെങ്കിൽ SC/STക്ക് ജനറൽ കോട്ട കിട്ടുമോ? അങ്ങനെ ഒരുപാട് പേർക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ തിരിച്ചു വരാം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ നേരെ ചെന്നൈ എടുക്കുകയാണ്. അപ്പോൾ ചെന്നൈ എടുക്കുമ്പോൾ ഏതാണ്ട് അൺറിസർവ്ഡ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1089 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. അതായത് 1,63,000-ൽ 1089 വേക്കൻസി ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് SC നോക്കുകയാണെങ്കിൽ 397 വേക്കൻസിയാണ്, പക്ഷെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണ്. SC നോക്കുകയാണെങ്കിൽ 228 നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണ്. OBC നോക്കുകയാണെങ്കിൽ വെറും 698 വേക്കൻസിയാണ് OBCക്ക് ആകെ ഉള്ളത്. പക്ഷേ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുകയാണെങ്കിലോ 5 ലക്ഷത്തിലധികം ആൾക്കാർ OBCക്കകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ OBCക്ക് എങ്ങനെ ഇതൊരു ഫെയർ ആയിട്ട് ഇവിടെ റിസർവേഷൻ കിട്ടും? അപ്പോൾ പലർക്കും ആ ഒരു ഡൗട്ട് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇവിടെ നമുക്ക് 3-4 കാര്യങ്ങൾ എനിക്കിവിടെ പറയേണ്ടി വരും. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. അതായത് ഒരു റിസർവേഷൻ ആനുകൂല്യമുള്ള ഒരാൾക്ക് ഒരു തവണ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് എവിടെ കിട്ടത്തുള്ളൂ, റെയിൽവേയിൽ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് സങ്കല്പിച്ചോടാം, നമുക്കിപ്പോൾ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ നോക്കിയാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി, അതായത് അൺറിസർവ്ഡ് കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 60 വേക്കൻസി ഉണ്ടെന്ന് സങ്കല്പിച്ചു. അത് കഴിഞ്ഞ് OBC നോക്കുകയാണെങ്കിൽ ഇവിടെ 30 വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ് SCO അല്ലെങ്കിൽ SC ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 10 വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഇവിടെ റിസർവേഷൻ ബെനിഫിറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് OBCയുടെ കട്ട് ഓഫ് വന്നിട്ട് ഒരു 70, അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിട്ട് നിങ്ങൾ 70 ആണെന്ന് സങ്കല്പിച്ചു. 70 മാർക്കാണ് URന്റെ കട്ട് ഓഫ് വരുന്നത്. അത് കഴിഞ്ഞ് OBC നോക്കുകയാണെങ്കിൽ അവിടെ കട്ട് ഓഫ് വരുന്നത് എത്രയാണ്? അവിടെ കട്ട് ഓഫ് വരുന്നത് ഒരു 65 മാർക്കായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ. OBC കട്ട് ഓഫ് ചെറുതായിട്ട് കൂടാനാണ് ചാൻസ് വരുന്നത്. ചിലപ്പോൾ URനെക്കാളും എന്ത് ചെയ്യും, OBC കട്ട് ഓഫ് കൂടും. ഓക്കെ, കാര്യം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് SC/ST നോക്കുകയാണെങ്കിൽ അവിടെ കട്ട് ഓഫ് വന്നേക്കുന്നത് ഒരു 60 മാർക്കാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു OBC കാൻഡിഡേറ്റിനെ എടുക്കുകയാണ്. ഓക്കെ, ഒരു OBC കാൻഡിഡേറ്റ് ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ എടുത്തായിരുന്നു. ആ OBC കാൻഡിഡേറ്റിന് എത്ര മാർക്ക് കിട്ടി? ആ OBC കാൻഡിഡേറ്റിന് 66 മാർക്കാണ് സ്കോർ ചെയ്തത്. വെറും 66 മാർക്ക് മാത്രമേ പുള്ളി സ്കോർ ചെയ്തിട്ടുള്ളൂ. 66 മാർക്ക് സ്കോർ ചെയ്തു. അപ്പൊ ഇവിടെ പുള്ളിക്ക് ഏത് കോട്ട മാത്രമേ അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ? OBC കോട്ട മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. അവിടെ ഒരിക്കലും പുള്ളിക്ക് UR കോട്ട എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവകാശപ്പെടാൻ പറ്റത്തില്ല. അവിടെ പുള്ളിക്ക് OBC കോട്ട മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം അൺറിസർവ്ഡ് കാറ്റഗറിക്കാലും മേളിൽ എന്ത് വന്നിട്ടില്ല, കട്ട് ഓഫ് വന്നിട്ടില്ല. ക്ലിയർ ആണ്. ഇനി അത് കഴിഞ്ഞ് SC/ST നോക്കുകയാണെങ്കിൽ പുള്ളി 62 മാർക്ക് മേടിച്ചു എന്ന് സപ്പോസ് സങ്കല്പിച്ചു. പുള്ളിക്ക് 62 മാർക്ക് കിട്ടി. അപ്പൊ അവിടെ പുള്ളി URനെക്കാളും മേളിൽ എന്ത് ചെയ്തിട്ടില്ല, മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല. അവിടെയും പുള്ളിക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ, ഈ SC/ST കോട്ടയിൽ റിസർവ് ചെയ്തിരിക്കുന്ന ഈ ഒരു സീറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അതേസമയം പുള്ളി ഒരു 70+ മാർക്ക് സ്കോർ ചെയ്തും സങ്കല്പിച്ചു. URനെക്കാളും മാർക്ക് OBC കാൻഡിഡേറ്റ് ആയാലും SC/ST കാൻഡിഡേറ്റിലും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി വേറെ റിസർവേഷൻ ബെനിഫിറ്റോ ബാക്കി ഒന്നും യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ പുള്ളിക്ക് എന്ത് കിട്ടും, UR കോട്ടയുടെ ആനുകൂല്യം കിട്ടും. അവിടെ അങ്ങനെയാണ് എന്ത് വരുന്നത്, റിസർവേഷൻ വരുന്നത്. ഇത് ഒരു ക്രൈറ്റീരിയ മാത്രം ഞാൻ എടുക്കുകയാണ്. അതിനുശേഷം ഏജ്
റിലാക്സേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സപ്പോസ് സങ്കല്പിച്ചു, നമുക്ക് അൺറിസർവ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് എത്രയാണ്? അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് 36 ഏജ് ലിമിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഒ ബി സിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് 39 വയസ്സാണ് ഗ്രൂപ്പ് ഡിക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് SC ST നോക്കുകയാണെങ്കിൽ അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 41 വയസ്സാണ്. അവിടെ SC STക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു OBC കാൻഡിഡേറ്റ് 37 വയസ്സുള്ള ഒരു OBC കാൻഡിഡേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് സങ്കല്പിച്ചു. 37 വയസ്സുള്ള OBC കാൻഡിഡേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു. അവിടെ നോക്കുക, പുള്ളി ഒരു തവണ റിസർവേഷൻ ബെനിഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഏത് കോട്ട മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ? OBC കോട്ട മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഓപ്പൺ ആവത്തുള്ളൂ. പുള്ളിക്ക് ഒരിക്കലും UR കോട്ട എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം ഒരു തവണ പുള്ളി ഓൾറെഡി എന്ത് ചെയ്തു? റിസർവേഷൻ കോട്ട യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു എക്സ് സർവീസ് മാൻ്റെ കേസ് എടുക്കുകയാണ്. ഇപ്പൊ എക്സ് സർവീസ് മാൻ എന്ത് ചെയ്തു? അവർക്ക് ഏജ് ലിമിറ്റും ബാക്കിയെല്ലാം കൂടുതലാണ്. അപ്പൊ സാധാരണ ചിലപ്പോൾ ഒരാൾ അപ്ലൈ ചെയ്യുന്നത് 42ാമത്തെ 43ാമത്തെ വയസ്സിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഓൾറെഡി എന്ത് ചെയ്തു? അവരുടെ എക്സ് സർവീസ്മെൻ കോട്ട എന്ത് ചെയ്തു? യൂസ് ചെയ്തു. അപ്പൊ അവർക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? UR സീറ്റിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ ഫെയർ ആയിട്ട് ഒരു റിസർവേഷൻ പോളിസിയാണ് ആര് കണ്ടക്ട് ചെയ്യുന്നത്? RRB കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവിടെ ബെനിഫിറ്റ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു OBC കാൻഡിഡേറ്റ് ആണ്, അത് കഴിഞ്ഞ് നിങ്ങളൊരു SC ST കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറിക്കാലും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു. ആ കട്ട് ഓഫിനെക്കാളും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്ത് അവകാശമുണ്ട്, UR കോട്ടയ്ക്കകത്ത് അവകാശമുണ്ട്. ഇങ്ങനെയാണ് അവിടെ എന്ത് വരുന്നത്? റിസർവേഷൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാ സീറ്റുകളുടെയും ആനുകൂല്യം ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ OBCക്ക് വരുന്ന ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ OBCയുടെ കട്ട് ഓഫ് കൂടുതലാണ്. കാരണം എന്താണ്? OBC നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയെക്കാളും അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയെക്കാളും ഏതാണ്ട് 4 തവണയിലധികം ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചെന്നൈ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെന്നൈയിലെ ജനറൽ കാറ്റഗറി എത്ര മാത്രമേ ഉള്ളൂ? ചെന്നൈയിൽ ജനറൽ കാറ്റഗറി 1,63,586 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ OBC നോക്കുകയാണെങ്കിൽ എത്ര പേരുണ്ട്? 5,41,939 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജനറൽ കാറ്റഗറിക്കാലും അതുകൊണ്ട് തന്നെ ഒരല്പം കൂടെ ഒരു 1-2 മാർക്കിന്റെ ഒക്കെ കട്ട് ഓഫ് ഡിഫറൻസ് കൂടുതൽ ആർക്ക് കാണും? OBCക്ക് കാണും. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ബാക്കിയുള്ള എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറവെന്നേ നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? ഞാനിപ്പോൾ ഓരോ എക്സാമായിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒരു പരീക്ഷ ഞാൻ എടുക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. അവിടെ 4 ലക്ഷം ആൾക്കാരാണ് എക്സാമിന് അപ്ലൈ ചെയ്തേക്കുന്നത്. 1, 2, 3 എന്നല്ല, 4 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു. നമ്പർ ഓഫ് വേക്കൻസി എത്രയാണ്? 500 വേക്കൻസിയാണ് അവിടെ ആകെ വരുന്നത്. എന്ന് വെച്ചാൽ അവിടെ ചാൻസ് 1/800 അതായത് 800 പേര് ഒരു പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്നു, ഒരാൾക്ക് ജോലി കിട്ടുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, റെയിൽവേ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കേസ് പറയാം. അപ്പൊ അതിനകത്ത് 1,63,000 ഡിവൈഡ് ബൈ 1089, അതായത് നമ്പർ ഓഫ് വേക്കൻസി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 150 ഒന്നാണ് ഇവിടെ എന്ത് വരുന്നത്? വേക്കൻസി വരുന്നത്. അതായത് 150 പേര് മത്സരിക്കുന്നു, അതിനകത്ത് ഒരാൾക്ക് ജോലി. ഇതാണ് ഗ്രൂപ്പ് ഡിയുടെ അവസ്ഥ. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. റെയിൽവേക്ക് 800 ഒന്നാണ്, ഇവിടെ 150 ഒന്നാണ്. ഇനി OBCയും കൂടെ കയറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഈ 150 എന്നുള്ളത് എന്ത് ചെയ്യും? 250 ആകാം, അല്ലെങ്കിൽ 270 ആകാം. അത്രയും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ മാത്രമേ എവിടെ വരുന്നുള്ളൂ? ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്നുള്ളൂ. 150ലോ 200ലോ ഒരാൾക്ക് ജോലി. ഇതിനകത്ത് നോക്കാം. ഇതിനകത്ത് ഈ ഗ്രൂപ്പ് ഡിക്കകത്ത് എന്തുണ്ട്? ഫിസിക്കലുണ്ട്, ശരിയല്ലേ? ഗ്രൂപ്പ് ഡിക്കകത്ത് ഫിസിക്കലുണ്ട്. ഇപ്പൊ ഫിസിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യത്തില്ല? ഫിസിക്കൽ അവർക്ക് കിട്ടത്തില്ല. സിമ്പിൾ ഫിസിക്കലാണ്. അത് പോലീസോട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 10-1 പാടുപോലും മാർക്കില്ല. ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കലിനല്ല. ഒരു മാസമൊക്കെ ശ്രമിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ പാസ്സായി പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരുപാട് പേര് എന്ത് ചെയ്യത്തില്ല? അവിടെ അങ്ങ് വീഴും. ഓക്കെ, അത് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ എക്സാം എന്ത് ചെയ്യത്തില്ല? എഴുതത്തില്ല, പഠിക്കത്തോലും ഇല്ല, ചുമ്മാ അപ്ലൈ ചെയ്ത് മാത്രം അങ്ങോട്ടേക്കും. ഇനി കുറെ ആൾക്കാരുണ്ട് എക്സാം സെന്റർ വേറെ എവിടെയെങ്കിലും ഒക്കെ ആവുമെന്ന് പറഞ്ഞവർ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഈ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്തേക്കുന്ന ആൾക്കാർ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക്, അതായത് NTPC ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള RPF ആയിക്കോട്ടെ, പിന്നെ അതേ കണക്ക് JE ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, അതിലൊക്കെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ പോസ്റ്റുകൾ കിട്ടുമ്പോൾ അവർ നേരെ എങ്ങോട്ടേ പോകത്തുള്ളൂ? ആ പോസ്റ്റുകളിലേക്ക് പോകത്തുള്ളൂ. ഇവിടെ അപ്പം എന്ത് ചെയ്യും? വീണ്ടും കോമ്പറ്റീഷൻ കൊണ്ടാൽ കുറയും. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് വേക്കൻസി ബാക്കിയുള്ള അല്ലെങ്കിൽ കോമ്പറ്റീൻസിന്റെ ഒരു ലെവൽ വരുന്നത് ബാക്കിയുള്ള എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്ത് തന്നെയാണ്? കുറവ് തന്നെയാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നോക്കുക, എന്താണ് ഈ എക്സാമിന്റെ പ്രത്യേകത? ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രത്യേകത മക്കളെ ഇത്രയേ ഉള്ളൂ. 2025 തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും. ഇതാണ് എക്സാമിന്റെ പ്രത്യേകത. ഓഗസ്റ്റിലാണ് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞാൽ
ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ അതിന്റെ റിസൾട്ട് വരും. അതിനുശേഷം ഫിസിക്കലാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഈ വർഷം അവസാനം റാങ്ക് ലിസ്റ്റ് വരും, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഓൾറെഡി ഇത്രയും വേക്കൻസി ഉണ്ട്, ഇനി വേക്കൻസി കൂടാനാണ് ചാൻസ് വരുന്നത്. സോ വേക്കൻസി ഇനി കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ 150-ൽ 1 എന്നുള്ളത് ചിലപ്പോൾ 120-ൽ 1 എന്ത് ചെയ്യും, അങ്ങ് കുറയും. അപ്പോൾ അവിടെ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് എന്താണ്, കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഇനി ഒരു ഏജ് റിലാക്സേഷനും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏജ് ലിമിറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, അവരൊക്കെ ആഞ്ഞ് ശ്രമിക്കുക, കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പോസ്റ്റാണിത്. ഇപ്പൊ ജോലി പാടാണ് കേട്ടോ, ഞാൻ ആദ്യമേ പറയാം. ഇപ്പൊ ട്രാക്ക് മാനൊക്കെ ആണെങ്കിൽ നല്ല പാടുള്ള ജോലിയാണ്, പക്ഷേ ഒരു ജോലിയാണ് എനിക്ക് അത്യാവശ്യം, ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആഞ്ഞ് ശ്രമിച്ചോ, ഉറപ്പായിട്ടും ഈ എക്സാം നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2025 നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും. ഇത് ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ്. അല്ലെങ്കിൽ പോട്ടെ, 2026 ആദ്യം നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. ഇത് ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ്. 2, നമുക്ക് സർവീസിലേക്ക് നിങ്ങൾ കയറി കഴിയുമ്പോൾ അവിടെ 8th പേ കമ്മീഷൻ ആണ് വരുന്നത്. 8th പേ കമ്മീഷൻ 2026 മുതൽ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സാലറി എത്രയായിട്ട് മാറും, ഏതാണ്ട് 45,000 പ്ലസ് സാലറി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, 42,000 പ്ലസ് സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇത് രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ്. അവിടെ നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഏതാണ്ട് 37,000 ഒക്കെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ കയ്യിൽ കിട്ടത്തുള്ളൂ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാലറി കൂടുതലാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് കുറച്ചും കൂടെ ഒരു പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ, അവിടെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാണ്, പ്രൊമോഷൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണ ഈ ഗ്രൂപ്പ് ഡി ആയിട്ട് സർവീസിൽ കയറിയ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ, അവരൊക്കെ ഇപ്പോൾ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറി കഴിഞ്ഞ ശേഷം അവരെന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി ഇപ്പോൾ JEE ആയിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലെവൽ 1-ൽ നിന്ന് ലെവൽ 6-ലോട്ടൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് അങ്ങ് മേലോട്ട് കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് മറ്റൊരു അവസരമാണ്. നിങ്ങൾക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ചാൻസ് ബാക്കിയെല്ലാം എന്താണ്, കൂടുതലാണ്. ഇത് മൂന്നാമത്തെ ബെനിഫിറ്റ് ആണ്. അത് കഴിഞ്ഞ് നാലാമത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. അവിടെ പെൻഷൻ എങ്ങനെയാണ് വരുന്നത്, NPS അല്ല, മറിച്ച് UPS ആണ് പെൻഷൻ വരുന്നത്. അതായത് നിങ്ങളുടെ സർവീസ് പീരീഡിലെ അവസാനത്തെ 6 മാസത്തിന്റെ നിങ്ങളുടെ ശമ്പളത്തിന്റെ ആവറേജിന്റെ പകുതിയാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത്. വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് പെൻഷനും കിട്ടും. ഇത്രയാണ് ഇവിടെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, തെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇത് ജോലിയാണ് അത്യാവശ്യം, ഞാൻ പഠിച്ചാൽ കിട്ടും, എഫേർട്ട് കൊടുത്താൽ കിട്ടും, ഒരു കാലതാമസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ എക്സാം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു തകർപ്പൻ ബാച്ച് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നിട്ട് നാളെ മെയ് 2-ന് നമ്മുടെ പുതിയ ഗ്രൂപ്പ് ഡിയുടെ പവർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മെയ് 2, ആ ഡേറ്റ് മറക്കണ്ട. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടും, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. എല്ലാം സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിരിക്കും. ഓക്കെ, ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ റിവിഷന് വേണ്ടി അവിടെ മൈക്രോ നോട്ട്സും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത്രയുമാണ് നമ്മൾ ഓരോ ബാച്ചിലും കൊടുക്കുന്നത്. പ്രോപ്പറായിട്ടൊരു മെൻറ്റർ സപ്പോർട്ട്. അത് കഴിഞ്ഞ് കുറേ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അതിനുവേണ്ടി ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് മെയ് 2-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തകർത്തോ, ഉറപ്പ് തരാം നിങ്ങൾക്ക് കണ്ടന്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അവിടെ ഇപ്പോൾ ഒരു 10% ഓഫ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സൂപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. ഈ വർഷം അവസാനം സർവീസിൽ കയറാം. ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 3 മാസം ഒന്ന് ലീവ് എടുക്കുക, അതിൻ്റെ പുറകിൽ കുത്തിയിരുന്ന് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.